ആഫ്രിക്കൻ പിസ്ത അഥവാ മലബാർ ചെസ്നട്ട് എന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ നാട്ടിൽ പിസ്തയാണെന്ന് തെറ്റിദ്ധരിച്ച് വളർത്തിവരുന്ന മലബാർ ചെസ്നട്ട് വളരെ പോഷകഗുണമുള്ള രുചികരമായ ഒരു ഫലവൃക്ഷമാണ്. മാൽവേസി സസ്യകുടുംബത്തിലെ പാച്ചിറ ജനുസിലെ അക്വാറ്റിക്ക ഇനമാണ് മലബാർ ചെസ്നട്ട്. ഇതിൻ്റെ പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം. ഇതിൻ്റെ ശാസ്ത്രീയ നാമം പാച്ചിറ അക്വാറ്റിക്ക എന്നുള്ളതാണ്. മലബാറിൽ ഇതിനെ ആഫ്രിക്കൻ പിസ്ത, മലബാർ ചെസ്നട്ട്, പാച്ചിറ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇംഗ്ലീഷിൽ ഇതിനെ മലബാർ ചെസ്നട്ട്, ഫ്രഞ്ച് പീനട്ട്, ഗുന്യ ചെസ്നട്ട്, പ്രൊവിഷൻ ട്രീ, സബാനട്ട് എന്നൊക്കെ വിളിക്കാറുണ്ട്. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. സൗത്ത് അമേരിക്കയാണ് ജന്മദേശം എന്ന് കരുതപ്പെടുന്നു. നല്ല നനവുള്ള നീർവാർച്ചയും വളക്കൂറുമുള്ള മണ്ണും നല്ല വെയിലുമാണ് ഇതിൻ്റെ വളർച്ചയ്ക്ക് അനുയോജ്യം. ശൈത്യകാലാവസ്ഥയുള്ള രാജ്യങ്ങളിൽ ഇത് നേരത്തെ തന്നെ കൃഷി ചെയ്തു തുടങ്ങിയിരുന്നു. ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇവ കൃഷി ചെയ്യുന്നുണ്ട്. രൂപവരണം നോക്കാം. തിളങ്ങുന്ന പച്ച ഇലകളും മിനുസമുള്ള പച്ചത്തൊലിയുമുള്ള സുന്ദരമായ മരമായി 7 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന സസ്യമാണിത്. നേർത്ത സൂചി പോലുള്ള ഇതളുകളോടുകൂടിയ പൂക്കൾ ഇതിനെ ആകർഷകമാക്കുന്നു. കൊക്കോ കായ്കളോട് രൂപസാദൃശ്യമുള്ള കായ്കൾക്കുള്ളിലെ ഇളം കാപ്പി നിറത്തിൽ വെള്ളവരകളോടുകൂടിയ കട്ടിയേറിയ ഭാഗമാണ് ഭക്ഷ്യയോഗ്യമായിട്ടുള്ളത്. കായ്കൾ പാകമാകുമ്പോൾ പച്ച നിറത്തിൽ നിന്ന് കാപ്പി നിറമാകും. കായ്കൾ പാകമായിട്ടും പറിച്ചില്ലെങ്കിൽ തനിയെ പിളർന്ന് താഴെ വീണ് അതിൻ്റെ ഉള്ളിലെ പരിപ്പ് നഷ്ടപ്പെട്ടു പോകും. ചെറുപ്രായത്തിൽ തന്നെ തായ്തണ്ടിൻ്റെ താഴ്ഭാഗത്തിന് നല്ല വണ്ണമുണ്ടായിരിക്കും. വേരുകളും സാമാന്യം വണ്ണമുള്ളതായിരിക്കും. കാണ്ഡത്തിന് ബലം കുറവാണ്. നാടൻ പഞ്ഞിമരങ്ങളോട് സാമ്യമുള്ളവയാണ് ഈ മരങ്ങൾ. പൊതു ഉപയോഗങ്ങളെ നോക്കാം. പച്ച നിറത്തിലുള്ള വലിപ്പമുള്ള കായ മൂപ്പാകുമ്പോൾ തനിയെ പൊട്ടുന്നു. അതിനകത്തുള്ള കടലപ്പരിപ്പ് പോലെ കുറേ പരിപ്പുകൾ അടക്കി വച്ചിരിക്കുന്നത് പോലെ കാണപ്പെടും. ഇത് പച്ചയ്ക്കും വറുത്തും കഴിക്കാൻ രുചികരമാണ്. കപ്പലണ്ടിയുടെ രുചിയോ അല്ലെങ്കിൽ മുളച്ച കശുവണ്ടിയുടെ പരിപ്പിൻ്റെ രുചിയോ ആണ് മലബാർ ചെസ്നട്ടിന് ഉള്ളത്. ഇത് നേരിട്ടും വേവിച്ചും കഴിക്കാവുന്നതാണ്. ഇത് പൊടിച്ച് മാവാക്കി റൊട്ടി ഉണ്ടാക്കി കഴിക്കാറുണ്ട് ചില വിദേശ നാടുകളിൽ. ഇളം ഇലകളും പൂക്കളും പച്ചക്കറികളായി ചില നാടുകളിൽ ഉപയോഗിക്കാറുണ്ട്. ജപ്പാൻകാർ ഇതിനെ അലങ്കാരച്ചെടിയായി വീട്ടുമുറ്റത്ത് അതുപോലെ തന്നെ കൃഷിയിടങ്ങളിലും നട്ടുവളർത്താറുണ്ട്. ജൈവ ഇന്ധന ഉൽപ്പാദനത്തിലും ജൈവ പശകളുടെ ഉറവിടമായും ഉപയോഗിക്കാനുള്ള സാധ്യതകളെക്കുറിച്ച് ഈ സസ്യത്തിൽ പഠനങ്ങൾ നടന്നു വരുന്നുണ്ട്. വിശ്വാസവും ആചാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം. ജപ്പാൻകാർ ഇത് ഭാഗ്യം കൊണ്ടുവരുന്ന സസ്യമായി കണക്കാക്കുന്നു. വിദേശങ്ങളിൽ ഇതിനെ കാശുമരം എന്ന് വിളിക്കാറുണ്ട്. ഇതിന് പിന്നിലൊരു കഥയുണ്ട്. ദരിദ്രനായ ഒരു മനുഷ്യൻ തൻ്റെ പട്ടിണി അകറ്റാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും തുടർന്ന് വേറിട്ട ഈ ചെടി കണ്ടെത്തുകയും ചെയ്തു. അയാളത് ഭാഗ്യലക്ഷണമായി കരുതി വീട്ടുവളപ്പിൽ നട്ടുവളർത്തി. കാലക്രമേണ അതിൻ്റെ കുരുക്കൾ വീണ് തൈകൾ ഉണ്ടാവുകയും ആ തൈകൾ വിൽപ്പന നടത്തി ധാരാളം ധനം സമ്പാദിക്കുകയും ചെയ്തു. രാസഘടകങ്ങളെ നോക്കാം. ഇലകളിലും പൂക്കളിലും പ്രധാനമായും റുട്ടീൻ, കൊർസെറ്റിൻ എന്നീ ഫ്ലവനോയിഡുകൾ, കഫീക്, ക്ലോറോജനിക്, പീക്കോമെരിക് എന്നീ ഫിനോളിക് ആസിഡുകൾ, കോമറിനുകൾ എന്നിവ ഉൾപ്പെടെ ജൈവശാസ്ത്രപരമായി സജീവമായ സംയുക്തങ്ങൾ ഈ സസ്യത്തിൻ്റെ ഇലകളിലും പൂക്കളിലും അടങ്ങിയിട്ടുണ്ട്. വിത്തുകളിൽ എണ്ണ കൂടുതലായി അടങ്ങിയിട്ടുണ്ട്. പ്രധാനമായും പാൽമിറ്റിക്, ഒലിക്, ലിനോലിക് ആസിഡുകളും സൈക്ലോപ്രോപ്പനോയിഡ് ഫാറ്റി ആസിഡുകളും അടങ്ങിയിട്ടുണ്ട്. കൃഷി വിവരങ്ങളെ നോക്കാം. ഇവ നമ്മുടെ കാലാവസ്ഥയിൽ വളരെ നന്നായി വളരുന്ന സസ്യമാണ്. വളർച്ചയെ ചെറുക്കാനായിട്ടുള്ള കഴിവ് ഈ ചെടിക്കുണ്ട്. ഇത് തണലിലും വളരുന്നതാണ്. അധികം തണുപ്പ് നല്ലതല്ല. വിത്തുകൾ പാകിയോ കമ്പുകൾ മുറിച്ചു നട്ടോ തൈകൾ ഉണ്ടാക്കാവുന്നതാണ്. 4 വർഷം കൊണ്ട് കായ ഉണ്ടാകും. അധികം പരിചരണമില്ലാതെ വളരുന്ന സസ്യമാണിത്. പാർശ്വഫലങ്ങളെ നോക്കാം. കുരുക്കളിൽ സൈക്ലോപ്രൊപ്പനോയിഡ് ഫാറ്റി ആസിഡുകളുടെ അതായത് CPFASൻ്റെ സാന്നിധ്യമുള്ളതിനാൽ അമിതമായ ഉപയോഗം ആരോഗ്യക്ഷയത്തിന് കാരണമാകാം. ഇത് ഒരുപക്ഷെ അർബുദത്തെ വർദ്ധിപ്പിക്കുകയും ആമാശയം, കരൾ, പാൻക്രിയാസ്, വൃക്കകൾ, ശ്വാസകോശം എന്നിവയ്ക്ക് ദോഷകരമാവുകയും ചെയ്തേക്കാം എന്ന് പറയപ്പെടുന്നു. പക്ഷേ ഇത് അമിത ഉപയോഗത്തിലാണ് ഇത് ദോഷകരമായിട്ടുള്ളത്.